രാജ്യം ഉറ്റുനോക്കിയ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സീറ്റുകൾ തൂത്തുവാരിയപ്പോൾ ഇന്ത്യ സഖ്യത്തിനേറ്റ പരാജയത്തിന്റെ കാരണങ്ങൾ ഏറെയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഗിരീഷ് കുബർ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഇരുവർക്കും നിർണായകമായിരുന്ന പോരാട്ടത്തിൽ NDAയെ വോട്ടുകൾ വാരിക്കൂട്ടാൻ സഹായിച്ച കാരണങ്ങളെ അദ്ദേഹം പ്രധാനമായും 3 സീകളായി തരംതിരിച്ചിരിക്കുന്നു. ക്യാഷ്, കാസ്റ്റ്, കമ്മ്യൂണലിസം എന്നിവയാണവ. ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തങ്ങളുടെ വിജയത്തിന്റെ ഗെയിം ചേഞ്ചറായി അടയാളപ്പെടുത്തിയത് ലഡ്കി ബഹിൻ പദ്ധതി തന്നെയായിരുന്നു. മാസം 1500 രൂപ വീതം പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന ഈ പദ്ധതി മധ്യപ്രദേശിൽ പരീക്ഷിച്ച് ജയം കണ്ട ലാഡ്ലി ബഹ്ന പദ്ധതിയുടെ മഹാരാഷ്ട്ര പതിപ്പായിരുന്നു. ഇതിന്റെ ഗുണഭോക്താക്കളായ 1.5 കോടിയോളം വരുന്ന സ്ത്രീകളുടെ പേഴ്സിൽ പൈസയുണ്ടായത് അവരുടെ കുടുംബത്തിന്റെ ജീവിത നിലവാരം ഉയർത്തി. ഇതിന്റെ തുടർച്ച വേണമെന്ന് ആഗ്രഹിച്ച സാധാരണക്കാരുടെ പിന്തുണ NDAക്ക് ലഭിക്കുകയും ചെയ്തു. മറാത്തകളെ സംവരണത്തിന് കീഴിൽ കൊണ്ടുവരാത്തതിൽ നിലവിലെ സർക്കാരിനെതിരെ വല്ലാത്ത രോക്ഷമുയർന്നത് ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് മുൻപ് വിലയിരുത്തപ്പെട്ടിരുന്നത്. കാവി സഖ്യം ബ്രാഹ്മണിക്കലാണെന്ന് വലിയ ശബ്ദത്തോടെ മറാത്ത വിഭാഗത്തിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇതിനെ മറികടക്കാൻ OBC വിഭാഗങ്ങളെ കൂടെ നിർത്താൻ തിരക്കിട്ട നീക്കങ്ങളാണ് BJP നടത്തിയത്. വിവിധ OBC വിഭാഗങ്ങളുമായി 330ഓളം കൂടിക്കാഴ്ചകൾ നടത്താനും ഈ ഏകീകരണത്തിലൂടെ മറാത്ത രോഷത്തെ മറികടക്കാനും BJPക്ക് സാധിച്ചു. വർഗീയതയ്ക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമില്ലെന്ന് ചിലർ നിരീക്ഷിച്ചിരുന്നുവെങ്കിലും യോഗിയുടെ ബതേങ്കെ തോ കഥേങ്കെ മുദ്രാവാക്യം വലിയൊരു വിഭാഗം വോട്ടുകൾ BJP സഖ്യത്തിന് ലഭിക്കാൻ കാരണമായി. നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ നമ്മളെ കശാപ്പ് ചെയ്യുമെന്ന ഭീതിയാണ് യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്രയിൽ വിതച്ചത്. ഇതിനെ മറികടക്കാനായി സമാജ്വാദി പാർട്ടി ഉയർത്തിയ "നമ്മളെ ആർക്കും വിഭജിക്കാനുമാവില്ല, നമ്മെ ആരും കശാപ്പും ചെയ്യില്ലെന്ന മുദ്രാവാക്യം അധികം ഏശിയതുമില്ല. ആദ്യത്തെ 3 സീകളുടെ അത്ര പ്രാധാന്യമില്ലെങ്കിലും മഹാരാഷ്ട്രയിലെ ഗ്രാമമേഖലയിലെ കത്തുന്ന പ്രശ്നമായിരുന്ന വിളകളുടെ വിലയിടിവ് 4ാമത്തെ സീയായ ക്രോപ്സായി ഗിരീഷ് കുബർ പരിഗണിക്കുന്നു. ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പൊള്ളുന്ന വിഷയമായിരുന്നു മഹാരാഷ്ട്രയിലെ വിളകളുടെ വിലയിടിവ്. വിദർഭയിലും മറാത്ത്വാഡയിലും സോയാബീൻ, പരുത്തി എന്നിവയുടെ വിലയിൽ ഗണ്യമായ ഇടിവ് നേരിട്ടത് കർഷകരെ ദുരിതത്തിലാക്കി. എന്നാൽ ഈ പ്രശ്നത്തെ ഭരണപക്ഷത്തിനെതിരായ ശക്തമായ ആയുധമാക്കി പ്രയോഗിക്കുന്നതിൽ പ്രതിപക്ഷം ദയനീയമായി പരാജയപ്പെട്ടു. ഉയർന്ന മിനിമം താങ്ങുവില നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും കാർഷിക പ്രതിസന്ധി നേരിടുന്ന പ്രദേശങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പം നിന്നില്ല.